പാറൂസ് പാൻട്രിയിൽ ഇന്നൊരു സ്റ്റാർട്ടർ റെസിപ്പിയാണ്. ഇൻഡോ ചൈനീസ് ഡിഷായ എഗ് 65 ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇതൊരു സ്റ്റാർട്ടർ മാത്രമല്ല, നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും സൈഡ് ഡിഷായിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്നൊരു റെസിപ്പിയാണ്. വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാൻ. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എഗ് 65ൻ്റേത്. നമുക്ക് നോക്കാം ഇതെങ്ങനെ ഈസി ആയിട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. വെൽക്കം ടു പാറൂസ് പാൻട്രി. അപ്പോൾ എഗ് 65 ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുട്ടയാണ്. ഇതിൽ ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ബോയിൽ ചെയ്ത് പുഴുങ്ങി എടുത്തിരിക്കുന്ന മുട്ടയാണ്. അത്യാവശ്യം നന്നായിട്ട് വേവിക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതിൻ്റെ വെള്ള മാത്രം മതി, യെല്ലോ പോർഷൻ നമുക്ക് വേണ്ട. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ യെല്ലോയും വൈറ്റും ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ വൈറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം ഞാനിതിൻ്റെ മുട്ടയുടെ യെല്ലോയും വൈറ്റും ഒന്ന് സെപ്പറേറ്റ് ചെയ്യട്ടെ. പിന്നെ മുട്ടയുടെ എണ്ണം നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 4 എണ്ണം എടുത്തിട്ടുള്ളൂ. ഒരു ഫാമിലിക്ക് അത് മതി സ്റ്റാർട്ടറായിട്ടൊക്കെ. അപ്പോൾ ഞാനിവിടെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. യെല്ലോ വൈറ്റ് മാത്രം നമ്മൾ എടുത്തു. എന്നിട്ട് ഈ വൈറ്റ് നമുക്കൊന്ന് ചെറിയതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് പ്രോസറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്യണം. അപ്പം ഞാനിതൊന്ന് ബാക്കിയുള്ള മുട്ടയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി വലിപ്പം ഇല്ലാതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, കാരണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പം ചെറിയ സൈസായിട്ട് തന്നെ നിങ്ങളത് കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇനി ഇതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാനുണ്ട്. അപ്പം ആദ്യം ഞാനത് ചേർക്കുന്നത് ഒരു 3 വെളുത്തുള്ളി അരിഞ്ഞതാണ്. വലിയ വെളുത്തുള്ളിയാണ്, ഇന്ത്യൻ വെളുത്തുള്ളി അല്ല കേട്ടോ. അപ്പം വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് അത്രയും വന്നത്. അതുപോലെ തന്നെ ചൈനീസ് ഡിഷിന് വെളുത്തുള്ളി മസ്റ്റാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് വേണം. പിന്നെ പച്ചമുളകും, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 3 പച്ചമുളക് ഞാൻ ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതും ചതച്ച് തന്നെ എടുക്കുക കേട്ടോ, നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ ചതച്ചെടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലിപ്പൊടി തന്നെ എടുക്കാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിനൊരു കളറ് കിട്ടുകയും ചെയ്യും. പിന്നെ പച്ചമുളക് കൂടി ഇടുന്ന കാരണം നമുക്ക് അധികം എരി വരത്തുമില്ല. പിന്നെ എടുത്തേക്കുന്ന ഞാൻ 1/4 കപ്പ് കടലമാവാണ്. ഇതൊന്ന് ബോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം വേറെ നമ്മൾ മൈദയോ കോൺഫ്ലോറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല, ഈ കടലമാവ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കടലമാവ് ഒരു 1/4 കപ്പ്. പിന്നെ ഒരു ഇത്തിരി ഉപ്പ്, മുട്ട ആയതുകൊണ്ട് ഉപ്പ് സൂക്ഷിച്ച് ഉപയോഗിക്കുക. അപ്പോൾ ഇത്തിരി ഇടുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഉപ്പ് കിട്ടും ആവശ്യത്തിന്. എന്നിട്ട് ഇതെല്ലാം, ഈ പൊടികളെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മുടെ മുട്ടയായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തൊന്ന് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മളിതിനകത്ത് ചേർക്കാൻ പോണത് ഒരു മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ട ഞാൻ ആദ്യം ഒന്ന് സെപ്പറേറ്റ് ചെയ്തൊന്ന് ഉടച്ചെടുക്കട്ടെ. മുട്ട എപ്പോഴും നിങ്ങൾ ചേർക്കുമ്പോൾ ഡയറക്റ്റ് നമ്മുടെ മിക്സിനകത്തോട്ട് ചേർക്കരുത്. കാരണം ചീത്തയായ മുട്ടയാണെങ്കിൽ നമുക്ക് മിക്സ് മൊത്തം ചീത്തയായി പോവും. അപ്പോൾ സെപ്പറേറ്റ് ഇതുപോലെ ബോളിലാക്കിയിട്ട് ഒന്ന് ഉടച്ചിട്ട് ഇനി നമുക്ക് നമ്മളുടെ മിക്സിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് നമുക്ക് മിക്സിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു മുട്ട, ഇപ്പോൾ 4 എണ്ണത്തിന് ഒരു മുട്ട വേണമെന്നില്ല. ഇതിപ്പോൾ ഞാൻ ചെറിയ മുട്ട ആയതുകൊണ്ട് ഞാനിത് മുഴുവൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ മുട്ടയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പകുതിയൊക്കെ മതിയാവും കേട്ടോ ഈ 4 എണ്ണത്തിന്. അപ്പോൾ എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതൊന്ന് ഉടച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. കാരണം നമ്മളുടെ മുട്ടയുടെ വൈറ്റ് എന്ന് പറയുന്നത് കുറച്ചൊരു ഇലാസ്റ്റിക് ടെക്സ്ചർ ഉള്ളതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ച് ഒന്ന് മിക്സ് ചെയ്യുക. അതുപോലെ ഞാനിവിടെ മുഴുവൻ മുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ലൂസായി പോകുന്നതെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കടലമാവ് മിക്സ് ചെയ്യാം കേട്ടോ. അതായത് ഇതിപ്പോൾ കറക്റ്റാണ്, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു വഴുവഴുപ്പുണ്ടാവും, അത് കുഴപ്പമില്ല. അതായത് ഇതുപോലെ കയ്യിലെടുത്ത് നമ്മൾ എണ്ണയിലോട്ട് ഇടുകയാണ്. അപ്പോൾ ഒരുപാടങ്ങ് ഡ്രൈ ആക്കണ്ട, ഈ ഒരു പരുവത്തിന് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, ഒരു അയൺ പാനാണ്. ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ഓയിൽ ചൂടാകുമ്പോഴത്തേക്കും വെജിറ്റബിൾ ഓയിൽ തന്നെ എടുക്കാൻ നോക്കുക. ഇൻഡോ ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യേണ്ട, വെജിറ്റബിൾ ഓയിലാണ് ടേസ്റ്റ്. ഏത് വെജിറ്റബിൾ ഓയിലായാലും മതി. അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഇങ്ങനെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ചെറിയ ഇതായിട്ട് നമ്മൾ പക്കോടയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഷേപ്പ് ഒന്നും വേണമെന്നില്ല. അതുപോലെ എടുത്തിട്ട് ഇച്ചിരി വെള്ളം തൊട്ടെന്ന് എടുത്തിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് തിക്കി ഇടരുത് കേട്ടോ. കുറച്ചൊരു സ്പേസ് കിട്ടത്തക്ക രീതിയിൽ വേണം ഇടാൻ. കാരണം ഒരുപാട് തിക്കി ഇടുമ്പം ഇങ്ങനെ എയർ കിട്ടാണ്ടിട്ട് അത് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നിട്ട് ഇത് ഇങ്ങനെ അങ്ങ് വറുത്തെടുക്കുക. അപ്പം ഇത് ഇങ്ങനെ നല്ലതായിട്ട് ഫ്രൈ ആകുമ്പോഴത്തേക്ക് പൊങ്ങിങ്ങ് വരും. പിന്നെ ഒരുപാടങ്ങ് ഡീപ്പായിട്ടെന്ന് വെച്ചാൽ ഒരുപാടങ്ങ് ബ്രൗൺ ആക്കണ്ട. ഈ യെല്ലോ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ പക്കോടയൊക്കെ ചെയ്യത്തില്ല, അപ്പം പെട്ടെന്ന് ഫ്രൈ ആകും കേട്ടോ ഇത്. അപ്പം ആ രീതിയിലൊന്ന്
എടുത്താൽ മതി. ഒരുപാട് ഫ്രൈ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ ഇൻ കേസ് നിങ്ങൾ കഴിക്കാനൊക്കെ ഒരുപാട് താമസിക്കുകയാണ്, അല്ലെങ്കിൽ കുറച്ച് പിന്നത്തേക്ക് കഴിക്കാൻ വെച്ചിരിക്കുന്നതാണെങ്കിൽ ഒന്ന് കുറച്ചൊരു ഹാർഡ്നെസ് ഫീൽ ചെയ്യേ. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഇത് ഫ്രൈ ആയി വെന്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അഞ്ഞി എടുക്കുക. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. യെല്ലോ കളറൊക്കെ മാറി കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ ഇതിനകത്തുനിന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാൻ പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി ഒരു ടിഷ്യൂ ഇട്ടിട്ട് അതിനകത്തോട്ട് ഞാൻ എടുത്താൽ മതി കേട്ടോ. ഫസ്റ്റിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കി ഒരു പ്രാവശ്യം കൂടെ ഫ്രൈ ചെയ്യാനുണ്ട്. അതുകൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്തിട്ട് അപ്പോൾ ഞാനിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കും. എന്നിട്ട് നമുക്ക് ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയും വെജിറ്റബിൾ ഓയിൽ തന്നെ യൂസ് ചെയ്യണം. അപ്പം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 3 വെളുത്തുള്ളി ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം വെളുത്തുള്ളിയുടെ കൂടെ ഒരു ശകല കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു അഡീഷണൽ ഫ്ലേവറിന്. എന്നിട്ട് ഈ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആവണം. വെളുത്തുള്ളി ഒന്ന് ബ്രൗൺ കളർ ആവണം കേട്ടോ, നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. എന്നിട്ട് വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമ്മൾ ഞാനിവിടെ 2 ടൈപ്പ് മുളകാണ് എടുത്തേക്കുന്നത്, ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുറിച്ചാലും ഇടാം. ഇത് നല്ല എരി ആയതുകൊണ്ടാണ് ഞാൻ മുറിച്ചിടാത്തത്. പിന്നെ ഇതിൻ്റെ കൂടെ പച്ചമുളക്, ഇത് എരിയുള്ള പച്ചമുളകാണ്, പച്ചമുളക് ചതച്ചതാണ് ഞാൻ ഇട്ടേക്കുന്നത്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത്രയും ഇട്ടു. ഇതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഇനി ഇത്രയും സാധനങ്ങൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, നിങ്ങളിത് ചെയ്യുമ്പോൾ ഫ്ലെയിം ഹൈയിലിട്ടിട്ട് തന്നെ ചെയ്യണം കേട്ടോ. കാരണം ഈ ഒരു ഡിഷൊക്കെ ചെയ്യുമ്പോൾ ഇൻഡോ ചൈനീസ് ഡിഷ് ഏതാണെങ്കിലും അതിനൊരു കോട്ടിംഗ് സ്റ്റേജ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജിലും ഒരിക്കലും ലോ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, ഹൈ ഫ്ലെയിമിൽ ഇടണം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ എഗ്ഗ് വറുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കോട്ട് ചെയ്യണം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം ഞാനിവിടെ നല്ല എരിവുള്ള പച്ചമുളകാണ് ചതച്ചിട്ടത്, അതുകൊണ്ടാണ് ഞാൻ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാഞ്ഞത്. അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പച്ചമുളക് ചതച്ചിടുന്നതിന് പകരം ഗ്രീൻ ചില്ലിയുടെ സോസ് ഉണ്ടെങ്കിൽ അതൊഴിക്കാം, അല്ലെങ്കിൽ ഹോട്ട് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. എന്നാൽ ഇതൊന്നും വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ എഗ് 65 എന്ന് പറയുന്നത് നമുക്ക് ഈ സോസുകളൊക്കെ വളരെ കുറച്ച് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡോ ചൈനീസ് ഡിഷാണ്. അപ്പം ഇപ്പം ഇതിനകത്താകെ നമ്മൾ ചേർത്തിരിക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പ് മാത്രമാണ്. അപ്പോൾ ഇതൊന്ന് കോട്ട് ചെയ്യാം. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫയർ ഓഫ് ചെയ്യാം. ഇതാ കണ്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. എഗ് 65 റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ അതേ രുചിയിൽ നമുക്കിത് വീട്ടിൽ ചെയ്യാൻ പറ്റും. കാണാനും നല്ല അടിപൊളിയാണ്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് മുട്ടയൊന്ന് വേവിച്ചെടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നടക്കും. അപ്പോൾ ഗസ്റ്റൊക്കെ ഉള്ളപ്പം കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റാർട്ടറാണ്, ഈവനിങ് സ്നാക്കാണ്. അതുപോലെ തന്നെ കുറച്ചൊരു ഡിഷിൻ്റെയൊക്കെ കൂടെ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. പിന്നെ നിങ്ങളിത് ചൂടോടെ തന്നെ, എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ ചൂടോടെ തന്നെ അത് സെർവ് ചെയ്യുക, കഴിക്കുക എന്നുള്ളതാണ്. കാരണം തണുത്തും പിന്നത്തേക്കൊക്കെ കഴിക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് ചൂടോടെ കഴിക്കുന്നതാണ്. അപ്പം റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് പറയുക. പാറൂസ് പാൻട്രി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. വീണ്ടും കാണാം പാറൂസ് പാൻട്രിയിൽ മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.